അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. സൂറത്തുൻ നബയിലെ 16 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആശയം മാത്രമല്ല, ആ വചനങ്ങളെല്ലാവരും ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അല്പാൽപമായി പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ 17ാമത്തെ വചനം മുതലാണ്. أعوذ بالله من الشيطان الرجيم إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളാണ് ഈ ഏതാനും വചനങ്ങളിൽ പറയുന്നത്. 17 മുതലുള്ള ഏതാനും വചനങ്ങൾ 20 വരെയുള്ള വചനങ്ങൾ. അതിലെ പ്രതിപാദ്യ വിഷയം ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളാണ്. അപ്പോൾ കഴിഞ്ഞ വചനങ്ങളിൽ ഏറ്റവും അവസാനം 9 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള 9 കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞ ശേഷമാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഖിയാമത്തിനെ നിഷേധിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ആ ഖിയാമത്തിൻ്റെ ചില അവസ്ഥകളെക്കുറിച്ച് പറയും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഇന്ന യൗമൽ ഫസ്ൽ, തീർച്ചയായും യൗമുൽ ഫസ്ൽ, തീരുമാനത്തിൻ്റെ ദിവസം. ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. യൗമൽ ഫസ്ലി, തീരുമാനത്തിൻ്റെ ദിവസം. കാന മീഖാത, കാന അത് മീഖാത, സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. വഖ്ത് എന്ന് പറഞ്ഞാൽ സമയമാണ്. വഖ്ത്. മീഖാത്ത് എന്ന് പറയുന്നു സമയം നിശ്ചയിക്കപ്പെട്ട വസ്തു, സ്ഥലം, അതിനൊക്കെ മീഖാത്തുകൾ. നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്തിന് മീഖാത്ത് എന്നാണ്. അവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലവും സമയവും ഒക്കെ എന്താണ്? മീഖാത്ത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം അത് സമയനിർണിതമാണ്. യൗമുൽ ഫസ്ൽ എന്ന് പറയുന്നത്, തീരുമാനത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ യൗമുൽ ഖിയാമത്ത്. ആ ദിവസം എന്താണ്? മീഖാത്ത്. അതിൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല എപ്പോഴാണെന്ന്. അള്ളാഹുവിൻ്റെ അടുത്ത് അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ യൗമുൽ ഫസ്ൽ അല്ലെങ്കിൽ യൗമുൽ ഖിയാമത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിരുന്ന ചോദ്യം കൊണ്ടാണല്ലോ തുടങ്ങിയത്. അമ്മ യതസഅലൂൻ എന്ന് പല സമയങ്ങളിലും അവർ ചോദിച്ചിരുന്നു ഈ ഖിയാമത്തിനെ കുറിച്ച്. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ,
ചോദിക്കുന്നവർ എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഖിയാമത്ത്? അവർക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ അള്ളാഹു അതിനുള്ളൊരു മറുപടി പറയും, അത് മീഖാത്താണ്, അത് സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. يوم ينفخ في الصور فتأتون أفواجا يوم ينفخ ആ ദിവസം യൗമ യുൻഫഖു ഊതപ്പെടുന്ന ദിവസമാണ്. നഫഖ എന്ന് പറഞ്ഞാൽ ഊതി എന്നാണ്. നഫഖ അതിൻ്റെ മുദാരിയാണ്, ഫ്യൂച്ചർ ടെൻസാണ് യൻഫഖു. അതിനാണ് യുൻഫഖു എന്നത്. യൗമ യുൻഫഖു ഊതപ്പെടുന്ന ദിവസം. ഫിസ്സൂരി സൂറിൽ, സൂർ എന്ന് പറഞ്ഞാൽ കാഹളമാണ്. സൂർ കാഹളം ഊതാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സൂർ എന്ന് പറയുന്നത്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജ. അപ്പോൾ തഅതൂന നിങ്ങൾ വന്നെത്തും. അതാ എന്ന് പറഞ്ഞാൽ വന്നു. അതാ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ സൂറത്തുൽ ഇൻസാനിലുണ്ട്. അതാ യഅതി തഅതി തഅതൂന. തഅതൂന നിങ്ങൾ വന്നെത്തും. അഫ്വാജ, അഫ്വാജ് എന്ന് പറഞ്ഞാൽ ഫൗജ് എന്നതിൻ്റെ ബഹുവചനമാണ് അഫ്വാജ്. കൂട്ടം, സംഘം എന്നൊക്കെയാണ്. സംഘം അല്ലെങ്കിൽ കൂട്ടം, ഫൗജ്, അഫ്വാജ്. ഈ ഖുർആനിലെ ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആകെ 2000 പദങ്ങളെ ഖുർആനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായി? അത് ഈ ജുസ് കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 400 പദം പഠിക്കും. അതാണ് ഈ ജുസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിന്നാൽ വളരെ എളുപ്പമായിരിക്കും. അഫ്വാജ് അതിനെയും വരും. സൂറത്തുൻ നസ്റിലുണ്ടല്ലോ അഫ്വാജ അല്ലേ? സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി അഫ്വാജ്. ഫൗജ് ആണ് അതിൻ്റെ ഏകവചനം, അഫ്വാജ്. അപ്പോൾ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജ. ആ ദിവസത്തിൻ്റെ ഒരു അവസ്ഥ പറയുകയാണ്. ഒന്നാമത്തെ അവസ്ഥ പറഞ്ഞത് അത് മീഖാത്താണെന്ന്, അതിന് കൃത്യമായ സമയമാണ്. രണ്ടാമത്തേത് യൗമ യുൻഫഖു ഫിസ്സൂർ, ആ ദിവസം കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമാണ്. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമാണ്. ഫതഅതൂന അഫ്വാജ, അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. ഈ കാഹളത്തിൽ ഊതുക എന്നത് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാവും. ഖിയാമത്തുമായി ബന്ധപ്പെട്ട്, ലോകത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് 2 ഊതലുകളുണ്ട്. ഖുർആനിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഊതൽ നഫ്ഖത്തുസ് സഅഖ് എന്നാണ് അതിന് പറയുന്നത്. നഫ്ഖത്തുസ് സഅഖ്, സഅഖ് സഅഖ എന്നാണ് സഅഖ്. സൂറത്ത് സുമറിലെ 68ാമത്തെ വചനത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഅഖ് പറഞ്ഞത്. സൂറത്ത് സുമറിലെ 68ാമത്തെ വാചകം ആയത്തിൽ വനുഫിഖ ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടു. ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം വീണ് നശിക്കും. അതാണ് ഒന്നാമത്തെ ഊത്ത്, സഅഖ് എന്ന് പറയും. അത് സംഭവിച്ചാൽ എല്ലാവരും നശിച്ചു പോകും, എല്ലാവരും മരിക്കും. എല്ലാം, അള്ളാഹു അല്ലാത്ത എല്ലാം, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം. അതാണ് ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്.
അതാണ് ഒന്നാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത്, 2 ഊത്തുകളാണ്. രണ്ടാമത്തേത് നഫ്ഖത്തുൽ ബഅസ്. ബഅസ് ബഅസ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം, പുനരുജ്ജീവിതം. രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു മനസ്സിലായി. അത് രണ്ടിൻ്റെയും ഇടയിൽ കുറച്ച് അകലമുണ്ട്. ഒന്നാമത്തേത് ഊതി എല്ലാം നശിച്ച ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ. മനസ്സിലായി. അത് രണ്ടാമത്തെ ഊത്ത് വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് വരും. മരിച്ചുപോയവരൊക്കെ, ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരും. അതും സൂറത്ത് സുമറിൽ തന്നെ പറയുന്നു. സൂറത്ത് സുമറിൽ ഈ ഖിയാമത്തിൻ്റെ ഒരുപാട് അവസ്ഥകൾ വിശദീകരിക്കും. അവിടെ പറയുന്നുണ്ട്, ثم نفخ فيه أخرى فإذا هم قيام ينظرون. ثم نفخ فيه أخرى, പിന്നീട് ഒന്നുകൂടി അതിൽ ഊതപ്പെടും, ആ കാലത്തിൽ തന്നെ. فإذا هم قيام ينظرون, അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. അവരിങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. ഈ 2 ഊത്തിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, അന്നമാ ബൈന നഫ്ഖതൈനി 40. 2 ഊത്താണ്, രണ്ടിൻ്റെയും ഇടയിൽ 40 ഉണ്ട് എന്ന് പറഞ്ഞു. 40 എന്താണ് എന്ന് പറയാം. 40 ദിവസമാകാം, 40 വർഷമാകാം. ഈ ദിവസവും വർഷമൊന്നും പിന്നല്ലല്ലോ. അതാണ് അത് എന്താണെന്ന് പറയാത്തത്. നമുക്ക് പറഞ്ഞാൽ നമുക്ക് ദിവസം എന്നുള്ളത് എവിടെയുള്ള ഭൂമിയിലെ സംവിധാനമാണ്. ദിവസം, മണിക്കൂർ, വർഷം എന്നൊക്കെ പറയും. പിന്നെ ഇല്ല. അപ്പം അതുകൊണ്ട് ഏതായിരുന്നാലും ആ രണ്ടിൻ്റെയും ഇടയിൽ കുറേ അകലമുണ്ട്. അങ്ങനെയുള്ള ഒരു ഊത്തുണ്ട്. ആ രണ്ടാമത്തെ ഊത്താണ് ഇവിടെ പറഞ്ഞത്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജ. എങ്ങനെ രണ്ടാമത്തെ ഊത്താന്ന് മനസ്സിലാക്കി? ഫതഅ്തൂന അഫ്വാജ. കാരണം ആദ്യത്തെ ഊത്തിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഫസഇഖ മൻ ഫിസ് സമാവാതി വൽ അർദ്, എല്ലാവരും നശിച്ചു പോകും. രണ്ടാമത്തെ ഊത്തിലാണ് എന്ത്? നശിച്ചതും മരിച്ചതും ഒക്കെ എഴുന്നേറ്റ് വരും. മനസ്സിലായി? എഴുന്നേറ്റ് വരുന്ന രംഗമൊക്കെ സൂറത്ത് യാസീനിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്. എല്ലാവരും വരും. എന്നിട്ടോ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. വഫുതിഹത്തിസ് സമാ, അതും ഖിയാമത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. എന്താണ് ഫുതിഹ? ഫതഹ പറഞ്ഞാൽ തുറന്നു, ഫുതിഹ എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടു. വഫുതിഹത്തിസ് സമാ, ആകാശം തുറക്കപ്പെടുകയും ചെയ്യും. വഫുതിഹത്തിസ് സമാ, സമാ ആകാശം എന്നത് അറബി ഭാഷയിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഫുതിഹത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫുതിഹ എന്നുണ്ടാവും. മനസ്സിലായത്? സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ്. വഫുതിഹത്തിസ് സമാഉ ഫകാനത്, കണ്ടോ? ഫകാനത് അല്ലെങ്കിൽ കാന എന്നുണ്ടാവും. സമാ സ്ത്രീലിംഗമായതുകൊണ്ട് അന്ന് വന്നത് കാനത്ത് എന്ന തഅ്നീസ് എന്നാ പറയും. മുഅന്നസിനുള്ള, സ്ത്രീലിംഗത്തിനുള്ള, ഫീമെയിലിനുള്ള താണ്. ഫകാനത്ത് അബ്വാബ. അബ്വാബ് എന്ന് പറഞ്ഞാൽ ബാബ് എന്നതിൻ്റെ ബഹുവചനമാണ് അബ്വാബ്. ബാബ് എന്താ? വാതിൽ. അബ്വാബ് എന്ന് പറഞ്ഞാൽ വാതിലുകൾ. അപ്പോൾ വഫുതിഹത്തിസ് സമാഉ, ആകാശം തുറക്കപ്പെടുകയും ചെയ്യും. ഫകാനത്ത് അബ്വാബ, എന്നിട്ട് അത് പല കവാടങ്ങളായിത്തീരും, പല വാതിലുകളായിത്തീരും. ഒരുപാട് വാതിലുകൾ. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, ആകാശം തുറക്കപ്പെടുകയും അത് പല കവാടങ്ങളായി തീരുകയും ചെയ്യും. ഫുതിഹത്തിസ് സമാ. ആകാശത്തെക്കുറിച്ച് നേരത്തെ 9 നിഅമത്തുകൾ പറഞ്ഞപ്പോൾ ആകാശം പറഞ്ഞല്ലോ. വബനൈനാ ഫൗഖക്കും സബ്അൻ ഷിദാദാ പറഞ്ഞു. നിങ്ങളുടെ മുകളിൽ 7 വലിയ ആകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ ആകാശങ്ങൾ
ആകാശങ്ങളുടെ രൂപം അല്ലെങ്കിൽ ആകാശത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് അതിലൊരു ദ്വാരമോ ഓട്ടയോ ഇങ്ങോട്ട് കയറാനോ അങ്ങോട്ട് പോകാനോ ഒന്നും ഒരു വാതിലോ ഇല്ല. മനസ്സിലായി? അത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ എന്ന് പറയുന്നു. ആകാശത്തെ നോക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഫർജിഉൽ ബസറ, വീണ്ടും നോക്കാൻ പറയും. ഹൽ തറാ മിൻ ഫുതൂർ, ആകാശത്തിന് വല്ല വിള്ളലുമുണ്ടോ എന്ന് ചോദിക്കും. സൂറത്തുൽ മുൽക്കിൽ ഒരുപാട് സ്ഥലങ്ങളിലും ആകാശത്തേക്ക് നോക്കാൻ പറയും. ആകാശത്തിന് ഒരു വിള്ളലോ അല്ലെങ്കിൽ ഒരു ദ്വാരമോ ഒരു ഓട്ടയോ ഒന്നുമില്ല. വീണ്ടും പറയുന്നു ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ثم ارجع البصر كرتين. രണ്ടാമത് ഒന്നുകൂടി നോക്ക്. എന്തിനാ? ആകാശത്തിന് വല്ല വിള്ളലുണ്ടോ നോക്കാൻ വേണ്ടി പറയും. എന്താ സംഭവിക്കുക? ഇല്ല എന്ന് മാത്രമല്ല, നിന്റെ കണ്ണ് നിരാശനായി മടങ്ങേണ്ടി വരും. ഒന്നും കിട്ടൂല, ഓരോട്ടയില്ല. എന്തിന്? ആകാശത്തിന് ഒരു തരം ദ്വാരമോ ഒരു പഴുതോ ഒന്നുമില്ല. അതാണ് ആകാശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് അത് ഖുർആൻ പറയുന്നുണ്ട്. ആകാശം ഒരു വലിയ വിഷയമായി ഖുർആൻ പറയുന്നു. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും, സൂറത്തുൽ ഖാഫിലുണ്ട്. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അവർ ചിന്തിക്കുന്നില്ലേ ആകാശത്തെക്കുറിച്ച്? ഇങ്ങനെയാണ് അതിനെ നാം ഉയർത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊരു മനോഹരമാണത്. വസയ്യനാഹ, സയ്യന്നാഹ. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞൊരു വിഷയമാണ് ആകാശത്തിന്റെ ഭംഗി. ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചത് പറയും. ഭയങ്കര ഭംഗിയാണ്. രാത്രി നമ്മൾ അത് ഈ ആകാശവീക്ഷണം ഒക്കെ നടത്തുന്ന ആളുകൾ ഭയങ്കര അത്ഭുതമാണ്. എന്നിട്ട് അടുത്ത വാചകം വമാ ലഹു മിൻ ഫുറൂജ്, നിങ്ങളതിന് വല്ല ദ്വാരവും കാണുന്നുണ്ടോ? ഓട്ടയും ഒന്നുമില്ല. എന്നാൽ ഒരു ദിവസമുണ്ട്, ആ ദിവസം അതിന് ഓട്ട വരും. അതാണ് ഇവിടെ പറഞ്ഞ ഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. ആകാശത്തിന് വിള്ളലുണ്ടാവും. ഇദസ് സമാഉ ഷഖ്ഖത്, ഷഖ്ഖ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ എവിടെ നോക്കിയാലും ആകാശത്തിനൊന്നും കാണും. ഇദസ് സമാഉ ഷഖ്, ഇദസ് സമാഉ ഫതറത്. ഫതറ പറഞ്ഞ ഇവിടെ ഫുതൂർ പറഞ്ഞില്ല, വിള്ളലുണ്ട്. അതെന്താ? യൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാം, സൂറത്തുൽ ഫുർഖാനിൽ നമ്മൾ പഠിച്ചത്. യൗമ തശഖഖു സ്സമാ, ആകാശം പിളരുന്ന ഒരു ദിവസം. എന്നിട്ട് പിളർന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വനുസ്സിലൽ മലായികതു തൻസീല, ആ തുറക്കപ്പെട്ട കവാടങ്ങളിലൂടെ മലക്കുകൾ ഇറങ്ങി വരും. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട് ഈ ആകാശം ഓപ്പൺ ചെയ്യുന്ന ഒരു ദിവസത്തെ കുറിച്ച്. വൻഷഖത്തിസ് സമാ ഫഹിയ യൗമഇദിൻ വാഹിയ, സൂറത്തുൽ ഹാഖയിൽ പറയും. ആകാശം ഇങ്ങനെ പിളരും, തുറക്കപ്പെടും. എന്നിട്ട് അതിൻ്റെ ഈ തുറന്ന കവാടങ്ങളിലൂടെ മലക്കുകൾ വരും. അതാണ് ഇവിടെ പറയുന്നത്. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ. ഭയങ്കര വല്ലാത്തൊരു സംഭവം. നിങ്ങൾ ആലോചിച്ചു, ഈ ആകാശം, ഭൂമിയൊക്കെ നശിച്ചിട്ടുണ്ടല്ലോ, ഒന്നുമില്ല, ഈ ആകാശം മാത്രമാണ്. ആ ആകാശം തുറന്നിട്ട് കുറേ വാതിലുകൾ ഉണ്ടാകുന്നു. ആ വാതിലുകളിലൂടെ മലക്കുകൾ ഇറങ്ങി വരും. 2. മൂന്നാമത്തേത് വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അമ്മ യതസാഅലൂൻ, ഈ ദിവസത്തെ കുറിച്ചാണ്. ഈ ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. വസുയ്യിറത്, സയ്യറ സുയ്യിറ. സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, സൈർ എന്ന് പറയുന്നത് യാത്ര. വസീറു ഫിൽ അർദി,
സീറു ഫിൽ അർദി ഫൻദുറു കൈഫ കാന അഖിബത്തുൽ മുകദ്ദിമീൻ പറയുന്നത്. സീറു സഞ്ചരിക്കൂ. സൈർ എന്ന് പറഞ്ഞാൽ സഞ്ചാരം, യാത്രയാണ്. സയ്യറ എന്ന് പറഞ്ഞാൽ, സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന്. സയ്യറ എന്ന് പറഞ്ഞാൽ സഞ്ചരിപ്പിച്ചു എന്ന്. സഞ്ചരിപ്പിച്ചു അറബി ഭാഷയിൽ അങ്ങനെയാണ്. ഫഅല പറഞ്ഞാൽ ചെയ്തു എന്നാണ്. ഫഅല ഫഅല നോക്കുക, രണ്ടാമത്തെ അക്ഷരം ഉണ്ടല്ലോ ഫഅല. ആയിന് എന്ന അക്ഷരത്തിന് ശബ്ദ വരുമ്പോൾ അപ്പം ഇവിടെയും ശബ്ദ വന്നു. ഇവിടുത്തെ ശബ്ദം എന്താ? ചെയ്യിപ്പിച്ചു. മറ്റേത് ഫഅല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചെയ്യും. നമ്മൾ ആദ്യത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, സഅല ചോദിച്ചു അല്ലെ, സാഅല പരസ്പരം, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു, ഫഅല. അതേപോലെയാണ് വേറൊന്നാണ് ഫഅല ഫഅല. സാറ സയ്യറ. സാറയും സയ്യറയും തമ്മിൽ മനസ്സിലായല്ലോ വ്യത്യാസം എന്താ? സാറ പറഞ്ഞ സഞ്ചരിച്ചു, സയ്യറ സഞ്ചരിപ്പിച്ചു. അതിനാണ് സുയ്യിറ വന്നത്. വസുയ്യിറത്തിൽ ജിബാൽ, വസുയ്യിറത്ത് സഞ്ചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അൽ ജിബാൽ നേരത്തെ പഠിച്ചല്ലോ, ജബൽ ജിബാൽ, ജബൽ ജിബാൽ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടു. ഫകാനത്ത് എന്നിട്ട് അതായി തീർന്നു. ജിബാൽ ജബൽ ജിബാൽ. ജബൽ എന്നുള്ളത് അറബി ഭാഷയിൽ മെയിലാണ്, പുല്ലിംഗമാണ്. പക്ഷെ ഇവിടെ എന്ത് കാനത്ത് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബഹുവചനങ്ങളെ ജമ്മുകളെ മുഅന്നസായിട്ടും ഉപയോഗിക്കും, ജമ്മുകളെ ഫീമെയിലായിട്ടും എന്ത് ചെയ്യും ഉപയോഗിക്കും. മനസ്സിലായത്? അതുകൊണ്ടാണ് ഫകാനത്ത് പറഞ്ഞത്. ഫകാനത്ത് അതായി, അതായി എന്ന് പറഞ്ഞാൽ ഈ പർവ്വതങ്ങളായി. സറാബ, സറാബ് എന്ന് പറഞ്ഞാൽ മരീചികയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ വേറെയും സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് സറാബ്. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടാൽ തോന്നും എന്ത്? വെള്ളമാണ്. അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് മനസ്സിലായത് വെള്ളമല്ല, റോഡ് തന്നെയാണ്. നമ്മൾ ഭയങ്കര ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര വെയിലുള്ള സമയമാണ് ഈ കാണാൻ തോന്നിയാൽ നമുക്ക് അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുമല്ലോ. പക്ഷെ അവിടെ എത്തുമ്പോൾ എന്തല്ല, വെള്ളമല്ല, റോഡ് തന്നെ. ആ അവസ്ഥക്കാണ് എന്ത് പറയാം? സറാബ്. അതാണ് മരീചിക എന്ന് മലയാളത്തിൽ പറയും. മരീചിക. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. വസുയ്യിറത്തിൽ ജിബാൽ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുകയും ചെയ്യും. സഞ്ചരിപ്പിക്കപ്പെടും. ഫകാനത് സറാബ എന്നിട്ടത് മരീചിക പോലെ ആയിത്തീരും. പർവ്വതങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞ 9 എണ്ണത്തിൽ ഒന്ന് പർവ്വത പറഞ്ഞത് അല്ലെ? എന്താ പറഞ്ഞിരുന്നത്? വൽ ജിബാല ഔതാദ. ഔതാദ എന്താ നമ്മൾ പറഞ്ഞല്ലോ? ഔതാദായിരുന്നു ജിബാലുകൾ. ആണിയായിരുന്നു, കുറ്റിയായിരുന്നു. അത് തകരൂല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ വിചാരം അങ്ങനെയാണ്. എത്രയോ വലിയ സംവിധാനം വീഴ്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർവ്വതങ്ങളെ പൊട്ടിക്കുന്നത്. പക്ഷേ ഖിയാമത്തിന്റെ അവസ്ഥ അന്ന് എന്ത് സംഭവിക്കും? വസുയ്യിറത്തിൽ ജിബാൽ, അന്ന് പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടും. എന്നിട്ട് ഈ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടിട്ട് അത് സറാബുകളായി നമുക്ക് അനുഭവപ്പെടും. എന്താണ് ഈ പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതുണ്ട്. നിങ്ങൾ ഇനി ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സൂറത്തുൽ കഹ്ഫിലുണ്ട് വയൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർദ ബാരിസ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. വയൗമ നുസയ്യിറുൽ ജിബാൽ. ഭയങ്കര സംഭവമാണ്. എങ്ങനെയാണ് ഈ എത്രയോ ഭൂമിയുടെ ആഴത്തിലേക്കുള്ള പർവ്വതങ്ങൾ പിഴുതെടുത്ത് അതിനെ സഞ്ചരിപ്പിക്കുന്നത്? ഒരുപാട് സ്റ്റേജുകളുണ്ട് ആ സഞ്ചാരത്തിൽ. അത് ഖുർആനിൽ പല സ്ഥലത്തായി പറഞ്ഞു. അത് കേവല സഞ്ചാരമല്ല. സഞ്ചാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ്.
ഒരു നടത്തമല്ല, മറിച്ച് അതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട്. സൂറത്ത് ഹഖയിൽ പറയുന്നുണ്ട്, വഹുമിലത്തിൽ അർദു വൽ ജിബാൽ ഫദുക്കത ദക്കത വാഹിദ. അതാണ് അതിന്റെ ഒരു സ്റ്റേജ്. ദുഃഖത ദക്കത വാഹിദ. ആകാശവും ഭൂമിയും ഒക്കെ പൊടിപൊടിയായി. പൊടിപൊടിയാകുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ ഈ വെടിമരുന്നൊക്കെ വെച്ചിട്ട് ഇതെന്താക്കുന്നുണ്ട്, പൊടിക്കുന്നുണ്ടല്ലോ, നശിപ്പിക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? അതേ മറ്റൊരു ഭാഷയിൽ അത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് താഹയിൽ. അവർ നിന്നോട് ഈ പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, എന്താണ് ഈ പർവ്വതങ്ങൾക്ക് സംഭവിക്കുക? അല്ലാഹു പറയുന്ന മറുപടി, ഫഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയെ, യൻസിഫുഹാ റബ്ബി നസ്ഫ. അതാണ് രണ്ടാമത്തെ ഒരു ആക്ഷൻ. യൻസിഫുഹാ റബ്ബി നസ്ഫ. നോക്കൂ, ദുഃഖത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായി പൊടിയലാണ്. യൻസിഫു പറഞ്ഞാലോ ചെറിയ 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 പൊടി പൊടി. യൻസിഫുഹാ റബ്ബി നസ്ഫ. അപ്പൊ ഈ പൊടി പച്ച പൊടിയാകുമ്പോഴാണ് എന്തായി ഫീൽ ചെയ്യുള്ളൂ? എന്തായി? സറാബായി ഫീൽ ചെയ്യും. സറാബായി ഫീൽ ചെയ്യുന്നു പറഞ്ഞല്ലേ? വസുജിറത്തിൽ ജിബാലു ഫകാനത് സറാബ എന്ന് പറഞ്ഞു. സറാബാകണമെങ്കിൽ എന്ത് വേണം? പറ്റ പൊടിയാണ്. അതാണ് ഫയൻസിഫുഹാ റബ്ബി നസ്ഫ. ഭയങ്കര. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ നംലിൽ പറയുന്നുണ്ട്, നമുക്കിത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഭയങ്കര അത്ഭുതം, വിശ്വസിക്കാൻ തന്നെ പ്രയാസമുണ്ട്. സൂറത്തുൽ നംലിൽ പറയാണ്, വതറൽ ജിബാൽ തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർറ സഹാബ്. അന്ന് നീ പർവ്വതങ്ങളെ കാണും, അത് പെട്ടെന്ന് നോക്കുമ്പോൾ അതവിടെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ തമുറു മർറ സഹാബ്, മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ പർവ്വതങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കും. മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ പർവ്വതങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കും. ആലോചിച്ചു പോയതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര സംഭവം. കാരണം ഇതിൻ്റെയൊക്കെ ഈ ബാലൻസിങ് സിസ്റ്റം ഒക്കെ ഇല്ലാതാകാം ഓരോന്നും. ഇനി നമ്മൾ ഇതിൻ്റെ താഴേക്ക് വരുന്ന സൂറത്തുകളിലൊക്കെ അതാണ്, നമ്മളവിടെയൊക്കെ അതന്നെ പറയാൻ പോകണം. ഇദശംസു കുവിറത്, ഓരോന്നും പറയാം. വഇദൻ നുജൂമുൻ കദറത് വഇദൽ ജിബാലു സുയ്യിറത്, ഒക്കെ അവിടെയാണ്. സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴും, കത്തി 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 കരിഞ്ഞ് താഴേക്ക് വീഴും. മനസ്സിലായില്ലേ? നക്ഷത്രങ്ങളൊക്കെ താഴേക്ക് ഉതിർന്ന് ആകെ ഡിസോർഡർ ആകും. അതാണ് ഖിയാമത്ത് എന്ന് പറയുന്നത്. അവസാനിക്കണം, നശിക്കുക. അപ്പൊ അതിന്റെ ഒരു സംഗതിയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതിന്റെ അവസാനത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, അവസാനം ഈ പർവ്വതങ്ങൾ എന്താകും? വബുസ്സത്തിൽ ജിബാലു ബസ്സ. സൂറത്തുൽ വാഖിയയിൽ വബുസ്സത്തിൽ ജിബാലു ബസ്സ ഫകാനത് ഹബാഅൻ മുൻബസ്സ. അതിന്റെ ഒരു തേർഡ് സ്റ്റേജാണ്. ഹബാഅൻ മുൻബസ്സ, പറന്നു പോകുന്ന ധൂളികളാണ് ഈ പർവ്വതം. എത്ര സ്ട്രോങ് ആയ സാധനം മനസ്സിലായി. അവസാനമാണ് സൂറത്തുൽ ഖാരിഅയിൽ പറഞ്ഞ അവസാനത്തെ സ്റ്റേജ്. അതെന്താ? വതകൂനുൽ ജിബാലു കൽഅഹ്നിൽ മൻഫൂഷ്. സുബ്ഹാനല്ലാഹ്. അഹ്നുൽ മൻഫൂഷ് എന്ന് പറഞ്ഞാൽ കടഞ്ഞ പരുത്തിയ. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ആ സാധനം. ഈ ഒരു മരണ്ട്, പൂള എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ മരത്തിന് വരെ. ഇവിടെയൊക്കെ എന്താ ഉന്നമായസ്. അത് ഉന്നക്കായ ഉണ്ടാണ് ഒരു മരം അല്ലേ? ആ കായാണ് നമ്മുടെ പണ്ടത്തൊക്കെ ബെഡിൻ്റെ ഉള്ളിലുള്ള ആ സാധനം. അത് കടഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറയെ കുരുണ്ടാവും. ആ കുരുക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതിനെ സംസ്കരിക്കാനാണ് ഈ കടയാന്ന് പറയുന്നത്. അത് കടഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ആയിത്തീരും ആര്? നമ്മളിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ജബല്. സുബ്ഹാനല്ലാഹ്.
അതാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജ്. അൽ-ഐനുൽ മൻഫൂഷ്. ഇങ്ങനെയുള്ള മാറ്റം എന്ന് സംഭവിക്കും? ഈ ദിവസം സംഭവിക്കും. അതാണ്. അപ്പോൾ നമുക്ക് 3 സംഗതികൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്നത് മീഖാത്താണെന്ന്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത്. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഹിഫ്ള് ചെയ്യാൻ എളുപ്പമാണ്. അതിന് വേണ്ടി ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത്. 1. 2 പറഞ്ഞു യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജ. രണ്ടാമത്തെ രംഗമാണ് ഒരു കാഹളത്തിൽ ഊതപ്പെടും. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഊത്താണത്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും കൂട്ടം കൂട്ടമായി വരും. ജനങ്ങൾ എഴുന്നേറ്റ് വരിക, ഖബറുകളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരും. അങ്ങനെ തന്നെ പറഞ്ഞു. മുളച്ചു വരുന്ന മതി. മഴ പെയ്താൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള തൊടുവിലെ സസ്യങ്ങളൊക്കെ മുളച്ചു വരും. ചേനയും ചേമ്പൊക്കെ നമ്മൾ നട്ടതൊന്നുമല്ല, അല്ലാത്ത കുറേ മുളച്ചു വരും. അതുപോലെ മനുഷ്യന് വരും. അതാണ് ഫതഅതൂന. അത് വരല് അഫ്വാജായിട്ട്, കൂട്ടം കൂട്ടമായി, സംഘം. കാരണം ഒരുപാടുണ്ടാവും, കോടിക്കണക്കിന് വരാനില്ലേ. മനസ്സിലായി? അടുത്ത സ്റ്റേജാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണുന്നതാണ് മലകൾ, ആകാശങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യപ്പെടും. മനസ്സിലായി? കുറേ കവാടങ്ങൾ ഉണ്ടാവില്ല, അതിലൂടെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഭയങ്കര കാഴ്ചയായി. മനസ്സിലായി? പിന്നെ ഇതാണ് നിങ്ങൾ ഈ നിഷേധിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ദിവസത്തിൽ സംഭവിക്കാനുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇനിയുള്ള തുടർന്നുള്ള വചനങ്ങൾ ഈ നരകത്തിൻ്റെ അവസ്ഥയാണ് ഇനി വിശദീകരിക്കുന്നത്. നരകത്തിൻ്റെ അവസ്ഥ, ഖിയാമത്തിന്റെ അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇതിനെ ധിക്കരിച്ച് നടന്ന, ഇതൊന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ച് നടന്ന ആളുകൾക്ക് സംഭവിക്കാനുള്ളത് എന്ത്? അതാണ് ഇനിയുള്ള 21-ാമത്തെ വചനം മുതൽ 30-ാമത്തെ വചനം വരെയുള്ള വിഷയം. നോക്കിക്കോ. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. ഇന്ന ജഹന്നം. ഇന്ന അറിയാലോ. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. നരകം എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ ജഹന്നം തന്നെ പറയുന്നതാണ്. ഒരുപാട് പേരുണ്ട് എന്തിന്? നരകത്തിൽ. അതിൻ്റെ വ്യത്യസ്തമായ ഭാവം അനുസരിച്ചാണ് ആ പേരുകളൊക്കെ വന്നത്. മനസ്സിലായി? നാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ പറയുന്നത് നാറാണ്. ലവാ ഉണ്ട്, ലവാ, അതിൽപ്പെട്ട ഒരു പേരാണ് എന്ത്? ജഹന്നം. ഇന്ന ജഹന്നമ കാനത്. കാനത് അപ്പൊ ശരിക്കും മനസ്സിലാക്കുക എന്ത് ജഹന്നം എന്താണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വേഗം. ജഹന്നമ് ഈ ഫീമെയിലായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. എന്താണെന്നറിയില്ല. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. മിർസാദ് എന്ന് പറഞ്ഞാൽ റസദ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നു എന്നാണ്. മിർസാദ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്ന സ്ഥലം. കാത്തിരിക്കുന്ന സ്ഥലം ഇസ്മു മകാനാണ് മിർസാദ്. ഇന്ന ജഹന്നമ കാനത് മിർസാദാ. നിശ്ചയമായും ജഹന്നം, നരകം, അത് കാത്തിരിക്കുന്ന സ്ഥലമാകുന്നു. കാത്തിരിക്കുന്ന സ്ഥലം. ആരെയാണ് കാത്തിരിക്കുന്നത്? എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? കാത്തിരിക്കുന്നത് ആരെയാണ്? ലിത്താഗീന. താഗീന. തഗാ എന്ന് പറഞ്ഞാൽ തഗാ, യത്തഗാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നിശ്ചയിച്ച പരിധി വിടുന്നതിനാണ് തഗാ. ഒരു കാര്യത്തിന് ഒരു പരിധി നിശ്ചയിച്ച് ഇതേ നിങ്ങൾ കഴിക്കാവൂ എന്നൊരു പരിധി അത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേ നിങ്ങൾ കാണാവൂ, ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാവൂ. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വിടുന്നതിനാണ് എന്താ പറയാ?
തഗ. സൂറത്തുൻ നാസിയാത്തിൽ വരാൻ പോകുന്നുണ്ട്. ഫഅമ്മാ മൻ തഗ. തഗ മനസ്സിലായി? അതിനാണ് താഗി, പരിധി വിട്ടവൻ, അതിക്രമിച്ചവൻ. അതാണ് താഗ്. താഗീൻ എന്നത് അതിന്റെ ബഹുവചനമാണ്. അതിക്രമം ചെയ്തവർ, പരിധി വിട്ടവർ, അവർക്കുള്ളതാണ് എന്ത് ജഹന്നം. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ. മആബ് എന്ന് പറഞ്ഞാൽ മർജ, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം. ആബ എന്ന അറബി പറഞ്ഞാൽ മടങ്ങി. ആബ യഊബു, ആബ യഊബു എന്നാണ് മആബ് ഉണ്ടായത്, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം. ലിത്താഗീന ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന. ആർക്കുള്ളതാ? അതിരുവിട്ടവർക്കുള്ളതാ. മആബ അവരുടെ മടക്ക സ്ഥലമാണത്. അപ്പോ ലിത്താഗീന മആബ, അതിക്രമകാരികൾക്ക്, അതിരുവിട്ടവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണെന്ത്? ജഹന്നം. ഇന്ന ജഹന്നമ കാനത് മിർസാദ. എന്താണ് കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ? കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ നരകം സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കി? അതെ, നരകം എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ഒരു സാധനമാണ്. അത് സംസാരിക്കും. നരകം സംസാരിക്കും, നരകം കാണും, നരകം കേൾക്കും. ഖുർആനിൽ ഒരുപാടുണ്ട് സംസാരം. ചോദിക്കുന്നുണ്ട് അല്ലാഹു, യൗമ നഖൂലു ലിജഹന്നം ഹൽ ഇംതലഅത്. അല്ലാഹു പറയാണ്, നമ്മൾ നരകത്തോട് ചോദിക്കും, നിറഞ്ഞോ, മതിയോ, വേറെ നിറഞ്ഞോ? അപ്പം നരകം തിരിച്ചു ചോദിക്കുക, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ, കുറച്ചുകൂടി തരാനുണ്ടോ? മസീദ് എന്ന് പറഞ്ഞാൽ സിയാദ, അറിയാം, അധികം തരാനുണ്ടോ? ഇനി ഇങ്ങനെ മിർസാദ് എന്ന് അർത്ഥം പറഞ്ഞു. ഇന്ന ജഹന്നമ കാനത് മിർസാദ, നരകം കാത്തിരിക്കുകയാണ്. എത്ര എന്ന് ചോദിച്ചാൽ നരകമൊക്കെ അറിയാലോ. നരകത്തിന്റെ മുകളിലാണ് എന്തുള്ളത്? സിറാത്തുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സിറാത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ നരകത്തിനറിയാം ആരൊക്കെയാണ് എനിക്കുള്ളത്. അപ്പൊ നരകം കാത്തിരിക്കുകയാണ്. അതാണ് കാനത് മിർസാദ. ഇന്ന ജഹന്നമ കാനത് മിർസാദ. നരകത്തിനറിയാം ആരാണ്. മനസ്സിലായി? ഈ സിറാത്തിലൊക്കെ, സിറാത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിറാത്തില് ഒരു തരം ചവണകൾ പിടിച്ചു വെക്കും. മനസ്സിലായി? അത് പിടിച്ചു വെച്ചിട്ട് നരകത്തിലേക്കാണ് തള്ളുന്നത്. അത് നരകത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്. അതാണ് ഇന്ന ജഹന്നമ കാനത് മിർസാദ. കാത്തിരിക്കാൻ, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എവിടെ പോയി? ഇന്ന ആളെ കാണാനില്ലല്ലോ, ഇങ്ങോട്ട് വരുന്ന ആളാണല്ലോ. അതാണ് എന്ത്? മിർസാദ്. കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീൻ. ആർക്കുള്ളതാ ജഹന്നം? ലിത്താഗീൻ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. ജഹന്നം എന്നതിന് പകരം അവിടെ പറഞ്ഞത് ജഹീം. ആരാണോ അതിരുവിടുന്നത്? وآثر الحياة الدنيا. എപ്പോഴാണ് മനുഷ്യൻ അതിരുവിടേണ്ടി വരിക? പരിധി വിടേണ്ടി വരിക എപ്പോഴാണ്? ഈ ദുനിയാവിന് വല്ലാതെ പ്രാധാന്യങ്ങൾ കൽപ്പിക്കുമ്പോഴാണ്. അതാണ് وآثر الحياة الدنيا فإن الجحيم هي المأوى. അങ്ങനത്തെ ആളുകളുടെ മടക്ക സ്ഥലം എന്താണ്? ജഹീം. ലിത്താഗീന മആബ. ആരാണ് താഗീങ്ങൾ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ അതിൽ പെടുവല്ലേ എന്നാണ് ഇത് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഞാൻ
താകയാകോ ഇല്ല. നോക്കൂ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഒരുപാട് ഹുദൂദുകൾ, പരിധികൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ പരിധി വിട്ടാൽ ആരാകും? താഗീങ്ങൾക്ക് എന്തുണ്ടെന്നാ പറഞ്ഞേ? എന്തുണ്ടെന്നാ പറഞ്ഞേ? ജഹന്നം ഉണ്ട് എന്നാ പറഞ്ഞു, അല്ലേ? ഇനി നിങ്ങൾ ജഹന്നം ഉണ്ട് എന്ന് പറഞ്ഞ ചില വചനങ്ങളുണ്ട് ഖുർആനിൽ. അത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാണ്. ഉദാഹരണം സൂറത്ത് ആല ഇംറാനിലുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅക്കുലു റിബാ അദ്ആഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുന്നാറ അല്ലതി ഉഇദ്ദത് ലിൽകാഫിരീൻ. എന്ത് പറഞ്ഞിട്ടാ തുടങ്ങി? യാ അയ്യുഹല്ലദീന ആമനൂ. ആല ഇംറാനിലെ 130, 131 വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. എന്താ പറഞ്ഞത്? ലാ തഅക്കുലു റിബാ അദ്ആഫൻ മുദാഅഫ. നിങ്ങൾ ഇരട്ടിയായി പലിശ വാങ്ങി തിന്നരുത് കേട്ടോ, അത് പാടില്ല. മനസ്സിലായില്ലേ? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാലേ നിങ്ങൾ വിജയിക്കൂ. എന്നിട്ട് പറയാം വത്തഖുന്നാർ, അതാണ് ജഹന്നം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ് എന്ത് പറയുന്നത്? വത്തഖുന്നാർ എന്ന് പറയുന്നത്. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. യാ അയ്യുഹല്ലദീന ആമനൂ കഴിഞ്ഞിട്ട് നാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസികൾ പോലും എന്തിൽ ചെന്നുപെടാം? താഗീൻ എന്ന അവസ്ഥയിൽ ചെന്നുപെടാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായി? അതാണ് ഇവിടെ ലിത്താഗീന മആബാ. എന്നിട്ടോ എന്താണ് അവിടെ ഉണ്ടായ? ജഹന്നമിൽ ചെന്ന ലാബിസീന ഫീഹാ അഹ്ഖാബ, അതാണ് ജഹന്നം. ലാബിസീന, ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു. ലബിസ എന്നല്ല, ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ്. സീനാണ് ഇവിടെ ആണ്. മനസ്സിലാക്കണേ വ്യത്യാസം. അപ്പൊ അതാണ് ഖുർആൻ ഓതുമ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ചെയ്യണമെന്ന് പറയാൻ കാരണം അതാ. ലാബിസീന എന്ന് പറഞ്ഞാൽ ധരിച്ചവർ, വസ്ത്രം ധരിച്ചവർ. ലാബിസീന, ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു. ലാബിസീന, അവർ താമസിക്കുന്നവരായിരിക്കും. ഫീഹ, ഹാ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ഏതാ ഹാ? ജഹന്നം. മനസ്സിലായില്ലേ? ആ നരകത്തിൽ അവർ താമസിക്കും. അഹ്ഖാബ, അഹ്ഖാബ്, ഹുഖബ് എന്നതിന്റെ ബഹുവചനമാണ് അഹ്ഖാബ്. ഹുഖബ്, അഹ്ഖാബ്, യുഗങ്ങൾ, പല യുഗങ്ങൾ, പല കാലങ്ങൾ. മനസ്സിലായി? യുഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് ഹുഖബ് പറയും, അഹ്ഖാബ്. ലാബിസീന ഫീഹാ അഹ്ഖാബ, അതിൽ പല യുഗങ്ങൾ അവർ താമസിക്കുന്നതായിരിക്കും. പല യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിർത്തിയത്. ചില സ്ഥലത്ത് ഖാലിദീന ഫീഹാ പറഞ്ഞു, അല്ലേ? നരകത്തെ കുറിച്ച് പറയുന്നത്, അല്ലേ? അപ്പൊ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഅ്മിനുകളും എന്തിൽപ്പെടും? താഗീങ്ങളിൽപ്പെടും. പക്ഷെ അവരുടെ ശിക്ഷ കഴിഞ്ഞ് അവരെന്താക്കും? നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അഹ്ഖാബ എന്ന് പറഞ്ഞു. കുറച്ച് കാലം അല്ലെങ്കിൽ പല യുഗങ്ങൾ എന്ന് പറഞ്ഞു. ലാബിസീന ഫീഹാ അഹ്ഖാബ. അങ്ങനെ താമസിക്കുമ്പോഴോ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. ലാ യദൂഖൂന, ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു. ദാഖ, ദൗഖ്, ഒരുപാട് സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ലാ യദൂഖൂന, അവർ ആസ്വദിക്കുകയില്ല. ആര്? ഈ ജഹന്നമിൽ പ്രവേശിച്ചവർ ആസ്വദിക്കുകയില്ല. ഫീഹാ, അവിടെ പറഞ്ഞ ഫീ ജഹന്നം. എന്ത്? ബർദൻ, അവർക്കവിടെ ബർദ് ഉണ്ടാവും. ബർദ് എന്ന് പറഞ്ഞാൽ ഒരു കുളിരാണ്. കുളിർമ, തണുപ്പ്. ബർദാന്ന് പറഞ്ഞാൽ തണുപ്പുണ്ട്. ബർദ് എന്ന് പറഞ്ഞാൽ ലാ യദൂഖൂന ഫീഹാ ബർദ,
അവർക്ക് അവിടെ ഒരു കുളിർമ ആസ്വദിക്കാൻ കഴിയില്ല നരകത്തിൽ. വലാ ശറാബ, ഒരു ശറാബും കിട്ടൂല. ശറാബ് എന്ന് പറഞ്ഞാൽ കുടിക്കണ സാധനം, കുടിനീർ എന്ന് പറയും. ശരിവ പറഞ്ഞ കുടിച്ചു, ശറാബ് കുടിനീർ. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, കുളിർമയോ തണുപ്പോ അല്ലെങ്കിൽ കുടിനീരോ അവർക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് അവിടെ കിട്ടുന്ന ഒരു നീര് വായുണ്ട്, അതെന്താ? ഇല്ലാ ഹമീമൻ വഗസ്സാഖ, അതാണ് അവിടെ കിട്ടുന്ന കുടിനീർ. ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ അത്യുഷ്ണമുള്ള വെള്ളമാണ്. അത്യുഷ്ണം എന്ന് പറഞ്ഞാൽ തളച്ചിട്ട് അതിന്റെ മേലെ തളക്കാനില്ല, അങ്ങനത്തെ ഒരു ചൂടുണ്ടാവും. നമ്മളൊരു ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത്ര ഡിഗ്രി തിളച്ചാൽ വെള്ളം എന്താവും, ചൂടായാൽ വെള്ളം എന്താവും, തിളക്കും. 100 ഡിഗ്രി ചൂടായ വെള്ളം എന്താവും, തിളക്കും. അത്ര ശക്തിയുള്ള, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതാണ് ഹമീം എന്ന് പറയുന്നത്. ഹമീം അത്യുഷ്ണമുള്ള ജലം, അത്യുഷ്ണമുള്ള ജലം, കനത്ത ചൂടുള്ള ജലം, അത് തൊള്ളിലേക്ക് വെക്കാൻ പറ്റില്ല. വസ്സാഖ് എന്ന് പറഞ്ഞ ഹമീമിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിശൈത്യമുള്ള. ഹമീം എന്താണ്? അത്യുഷ്ണമുള്ള. വസ്സാഖോ അതിശൈത്യമുള്ള. വസ്സാഖിന് ഒരു പ്രത്യേകം കൂടി ഉണ്ട്, അതിന് ഭയങ്കര ബാഡ് സ്മെൽ ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. അപ്പൊ ദുർഗന്ധമുള്ള അതിശൈത്യമുള്ള ഒരു വെള്ളം, 2 വെള്ളം ഇവിടെ കിട്ടുള്ളൂ. ഒന്ന് ഹമീമാണ്, ഹമീം എന്ന് പറഞ്ഞാൽ അത്യുഷ്ണമുള്ള ജലം. രണ്ടാമത്തേതോ റസ്സാഖാണ്. റസ്സാഖ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ളതും അതിശൈത്യമുള്ളതുമായ വെള്ളം. ഇതേ കിട്ടൂ, വേറൊന്നും കിട്ടൂല. ജസാഅൻ വിഫാഖ, എന്നിട്ട് പറയുന്നു ജസാഅൻ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, വിഫാഖ അനുയോജ്യമായ. ഈ ആളുകൾക്ക് വിഫാഖ്, വാഫഖ എന്ന് പറഞ്ഞാൽ യോജിച്ചു, വാഫഖ വിഫാഖ് ഏറ്റവും അനുയോജ്യമായ പ്രതിഫലമാണ് അത്. മനസ്സിലായി? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ, എന്നിട്ട് ലാബിഥീന ഫീഹാ അഹ്ഖാബ, കുറേ യുഗങ്ങൾ അതിൽ താമസിക്കും. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ, അവിടെ എന്തില്ല? ഒരു കുളിർമയില്ല, ഒരു കുടിനീരില്ല. ഇല്ല ഹമീമൻ വഗസ്സാഖ, ഒന്നുകിൽ അത്യുഷ്ണമുള്ള ഒരു വെള്ളം, അല്ലെങ്കിൽ അതിശൈത്യമുള്ള ദുർഗന്ധമുള്ള, എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റാത്തത് എന്നാണ്. മനസ്സിലായത്? ഇതാണ് നരകത്തിലെ അവസ്ഥ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ഇത് വിശദീകരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ജസാഅൻ വിഫാഖ, ജസാഅൻ വിഫാഖ. അപ്പൊ അതാണ് നരകത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. നരകത്തിലെ അവസ്ഥ ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. 2 തരം വിശദീകരണം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് ഇവിടെ പറഞ്ഞ അഹ്ഖാബായ, അഹ്ഖാബ് എന്ന് പറഞ്ഞാൽ കുറച്ച് യുഗങ്ങളായിരിക്കും. ആ ആളുകൾക്ക് അവരുടെ പാപങ്ങൾക്ക് തുല്യമായ ശിക്ഷ കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. മറ്റത് ഖാലിദീന ഫീഹ, അവരതിൽ എന്തായിരിക്കും? ശാശ്വതരായിരിക്കും, എപ്പോഴും അവിടെ ആയിരിക്കും. മനസ്സിലായി? ആരെ രക്ഷപ്പെടൂ? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ, അവരെ രക്ഷപ്പെടും. മൻ കാന ഫീ ഖൽബിഹി, ദർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അംശം, അണുമണി തൂക്കം ഈമാൻ ഒരാളുടെ ഖൽബിലുണ്ടോ അവൻ രക്ഷപ്പെടും. മനസ്സിലായി? ശിർക്ക് ചെയ്യാത്ത എല്ലാവരും രക്ഷപ്പെടും. അപ്പൊ തൗഹീദുള്ള എല്ലാവരും എന്താവും? രക്ഷപ്പെടും. പക്ഷേ അവർക്ക് പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തത്തുല്യമായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും.
പിന്നെ ഈ നരകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണമാണ്, അല്ല അവിടുത്തെ വെള്ളത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഭക്ഷണമുണ്ട്, അവിടുത്തെ ജീവിതാവസ്ഥയുണ്ട്. അവിടുത്തെ ജീവിതാവസ്ഥയാണ് എന്ത്? മരിക്കൂല എന്നാ ജീവിക്കാൻ സമ്മതിക്കൂല. മനസ്സിലായി? നമുക്കറിയാം ഈ തീര് കിടന്നാൽ മനുഷ്യന്റെ ഈ സ്കിന്നൊക്കെ എന്താവും? പൊള്ളും. പൊള്ളി ഉരുകി എന്താവും? ഒലിക്കും. മനസ്സിലായല്ലോ? സത്യത്തിൽ ഇത് പൊള്ളി ഒരുകി ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാവും, തീരെ വേദന ഉണ്ടാവും. സ്കിന്നിനാണ് എന്തുള്ളത്? സെല്ലുകളൊക്കെ ഉള്ളത് ഇവിടെ സ്കിന്നിലാണോ? അതിനാണ് എന്തുണ്ടാവുള്ളൂ? പെയിൻ ഉണ്ടാവുള്ളൂ. ഇതില്ലെങ്കിൽ എന്തില്ല? വേദന ഉണ്ടാവില്ല. ഇതാണ് വേദന തരുന്നത്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ അള്ളാഹു അവിടുത്തെ ശിക്ഷ പറയുന്നത് ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ഉരുകി ഒലിച്ചാൽ പകരം വേറെ സ്കിന്നിൽ നിന്ന് എന്തിനാ? ലിയദൂഖുൽ ശിക്ഷ അനുഭവിക്കാം. ഇതാണ് ഈ നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത്. വല്ലാത്തൊരു സംഗതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണ് നരകം പറഞ്ഞത്? നിന്നെ ജഹന്നമക്കാലത്ത് എന്ത് ആർക്കാണ്? അപ്പൊ അതിര് വിടുക എന്നതിൽ നിന്ന് നമ്മൾ മാറണം. ഏത് വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കുറെ അതിരുകളുണ്ട്, മനസ്സിലായി? അതിര് വിട്ടവരെ എന്താണ്? നരകം കാത്തിരിക്കുകയാണ്. കാനം നിർസാദ. നരകവും നരകത്തിന് നിശ്ചയിക്കപ്പെട്ട മലക്കുകളുണ്ട്. അവരൊക്കെ എന്താക്കണം? കാത്തിരിക്കണം. നമുക്ക് ഒരു സ്ഥലത്ത് പറയുന്നത് ചിലപ്പോൾ നരകം കാണുമ്പോൾ പിന്നിലേക്ക് പോകും മനുഷ്യൻ. ഇങ്ങോട്ട് വരേണ്ട മനുഷ്യൻ കണ്ടിട്ട് ബാക്കിലേക്ക് വരും. അപ്പൊ പറയുന്നത് അപ്പൊ മലക്കുകൾ വിളിക്കും, മൻ അദ്ബറ, പിന്നോട്ട് പോയതിനെ വിളിക്കും. ഇങ്ങടോ, എന്റെ സ്ഥലം ഇതാണ്, ഇങ്ങടോ. ഭയങ്കരമാണ്. അതിന്റെ ആ രീതിയും കൂടി, അതാ ആ സിസ്റ്റം തന്നെ ഭയങ്കര നരകത്തിന്റെ. എന്തായിരിക്കും ഇത് എന്നറിയില്ല. പിന്നെ പറഞ്ഞത് അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ വെള്ളമാണ്. അവിടെ ഒന്നും കിട്ടൂല. എന്തേ കിട്ടുള്ളൂ? ഒരു കുളിർമയോ ഒരു കുടിനീരോ കിട്ടൂല. എന്തല്ലാതെ ഇല്ല ഹമീമൻ ഹമീമോ അല്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ സന്ദേശം, അത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ കുറച്ച് കാലം ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് കാലം ഭൂമി എപ്പോഴാണ് പോകേണ്ടി വരിക എന്നറിയില്ല. കുറച്ച് കാലം. ആ കുറച്ച് കാലം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അള്ളാഹു ഇവിടെ കുറേ നിയമങ്ങൾ നിശ്ചയിച്ചിട്ട് നമുക്ക് വേണ്ടി നിശ്ചയിച്ച അത് നമ്മൾ കൃത്യമായി എന്താക്കുക? ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകും. മനസ്സിലായി? ഈ പ്രശ്നം ആർക്കാണ് വരുന്നത്? അതാണ് ഇനിയുള്ള 2-3 വചനം. അതുകൂടി നോക്കി. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇങ്ങനെ പ്രശ്നം വരാനുണ്ടായ കാരണം അത്. ഇന്നഹും നിശ്ചയമായും അവർ ആയിരുന്നു ലാ യർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചു, റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ലാ യർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഹിസാബ, ഒരു ഹിസാബ് ഉണ്ടാവുന്ന അവർ പ്രതീക്ഷിച്ചത്. ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിചാരണ. നമ്മുടെയൊക്കെ ധാരണ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്നതോ പറയുന്നതോ കേൾക്കുന്നതോ അതിനൊക്കെ എവിടെയെങ്കിലും ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിക്കുമോ? ആ പ്രതീക്ഷ നമുക്കില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നരകത്ത് പോയത്. നോക്കൂ, നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഇവിടെ പോയത് അതാണ്. അവർ ഹിസാബിനെ പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല നമ്മുടെ ആയത്തുകൾ, നമ്മുടെ വചനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കി. വല്ലാത്ത കളവാക്കൽ.
കദ്ദബ എന്ന് പറഞ്ഞാൽ തന്നെ കളവാക്കി എന്നാണ്, മനസ്സിലായില്ലേ? പിന്നെ അതിന്റെ എടുത്തു പറഞ്ഞു കിദ്ദാബ, എന്തിനാ വെച്ചാൽ സ്ട്രോങ് ആണ് വേണ്ടി പറയാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ തീർത്തും നിഷേധിച്ചു. തീർത്തും അവരെന്താക്കി? കുറച്ചെങ്കിലും സത്യപ്പെടുത്തിയില്ലെങ്കിൽ നരകത്ത് പോണ്ടി വരില്ല. പോയി പറ്റ നിഷേധിച്ചു. ഇതൊക്കെ തള്ളി പറഞ്ഞു ആകെ. അതാണ് എന്നിട്ട് അള്ളാഹു ഒരു ഭീഷണിയുടെ വാക്ക് പറയണം. അതെന്താ? വകുല്ല ഷൈഇൻ, വകുല്ല ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും, എല്ലാ വസ്തുക്കളും അഹ്സൈനാഹു, അഹ്സ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തി, ചിട്ടപ്പെടുത്തി എന്നൊക്കെയാണ് അഹ്സ. മനസ്സിലായില്ലേ? ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വരും. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് വരും എന്ന് നിങ്ങൾ ഓർക്കാനാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അങ്ങനെ പറഞ്ഞു. അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണാനിരുന്നാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാറ്റിനെയും നാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. കിതാബ, എഴുതിക്കൊണ്ട് തന്നെ. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ, എല്ലാ കാര്യവും നാം എഴുതി തിട്ടപ്പെടുത്തിയിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാം എഴുതണം, എല്ലാം. ഭയങ്കര അത്ഭുതമായിരിക്കും. പണ്ടാണെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാകണ്ട എങ്ങനെയാണ് എഴുതാന്നത്. മനസ്സിലായി? പണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്ന നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് പറഞ്ഞാലും ഒക്കെ എന്താണ്? വളരെ കണിശമായി കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതാണ് വകുല്ല ഷൈഇൻ അഹ്സൻ. നമ്മൾ വിചാരിക്കരുത് എന്തെങ്കിലും അല്ലാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകും, എഴുതാതെ പോകും, രേഖപ്പെടുത്തപ്പെടാതെ പോകും. ഒക്കെ രേഖപ്പെടുത്തി നമുക്ക് എടുത്ത് തരികയാണ്. എന്നാ നോക്ക്, ഇഖ്റ കിതാബക്, വായിക്കാൻ പറയും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. അതുകൊണ്ട് ഫദൂഖു, ഫദൂഖു, ദാഖ നേരത്തെ വന്നല്ലോ, ഇനിയും വരികയാണ്. നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു വരും. ദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു. അതിന്റെ കൽപ്പനയാണ് ദൂഖു, നിങ്ങൾ ആസ്വദിക്കൂ. ഫദൂഖു, നിങ്ങൾ ആസ്വദിക്കൂ. എന്താ ആസ്വദിക്കണം? ശിക്ഷയാണ്. ഫലൻ നസീദക്കും, സാദ യസീദു നേരത്തെ വന്നു, വർദ്ധിപ്പിച്ചു. ഫലൻ നസീദക്കും, നസീദ എന്ന് പറഞ്ഞാൽ നാം വർദ്ധിപ്പിക്കും. ഫലൻ നസീദക്കും, നാം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. ഇല്ല അദാബ, അദാബല്ല, ശിക്ഷയല്ല. ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. അതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിക്കുകയില്ല. മനസ്സിലായി? ഇതാണ് നരകത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുകയും ഈ ഇതുമുതലുള്ള ഇന്ന ജഹന്നമ കാനത് മിർസാദ 21 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നരകത്തെ കുറിച്ച്. ഞാനിതിങ്ങനെ ഈ പാർട്ടാക്കി പറഞ്ഞ എന്തിനെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുമ്പോഴേ ഇത് ഓർമ്മയിൽ വരാൻ. മനസ്സിലായി? 21 മുതൽ 30 വരെയുള്ള വചനങ്ങൾ എന്തിനെ കുറിച്ചാണ്? നരകത്തെ കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 17ാമത്തെ വചനം വരെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളായിരുന്നു. 9 മഹാ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞു. മനസ്സിലായി? എന്നിട്ട് തുടങ്ങിയത് 17ാമത്തെ വചനം 3 വചനമാണ്. അത് ഖിയാമത്ത് എന്താന്ന് പറഞ്ഞു. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസുയിറത്തിൽ ജിബാലു ഫകാനത് സറാബ. അപ്പൊ 20 ആയി. 17, 18, 19, 20. പിന്നെ 21 മുതൽ ഇന്ന ജഹന്നമ കാനത് മിർസാദ മുതൽ 30ാമത്തെ വചനം ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ വരെ എന്താണ്? നരകത്തെ കുറിച്ച്. മനസ്സിലായി? ഇതാണ് സൂറത്തുൻ നബയിലെ 30 വചനങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി 10 വചനങ്ങൾ കൂടിയുള്ളൂ. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ തീരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ആഴ്ചത്തെ അടുത്ത ആഴ്ചയൊക്കെ മാറ്റി വെക്കരുത്. കഴിഞ്ഞ ആഴ്ചയിലെ 16 വചനം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഇനിയുള്ളത് നിന്നും കൂടി ചേർത്ത് പഠിക്കണം.
എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്താ നമ്മളിത് പോകാതിരിക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഇതെന്ത് ചെയ്യുക, ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു തവണ ആവർത്തിച്ചാൽ മതി, പിന്നെ പോകും. ആവർത്തിക്കാനുള്ള എളുപ്പമാണ്. നിസ്കാരത്തിൽ എന്ത് ചെയ്താൽ മതി, സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ വിചാരിച്ച ഫാത്തിഹ മാത്രമേ ഓതാവുന്നതല്ല. ഫാത്തിഹയ്ക്ക് ശേഷം സമയമുള്ള നിസ്കാരം ഉണ്ടാവും, നമുക്ക് ഫ്രീ ഉള്ള നിസ്കാരം. നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഓതിയെ തന്നെ വീണ്ടും ഓതാം. മനസ്സിലായി? ഇപ്പോൾ റക്കായത്തിൽ നമുക്ക് 30 ആയത്ത് ഒരു റക്കായത്തിൽ ഓതി, അടുത്ത ആയത്തിലും അടുത്ത റക്കായത്തിലും എന്ത് ചെയ്യാം, 10 അങ്ങനെ കിട്ടും. അപ്പോൾ നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അങ്ങനെ ഖുർആനിനെ സ്വീകരിക്കുന്ന നല്ല മനുഷ്യർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയ്യിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക